അമേരിക്കൻ സേന അതിഭയാനകമായ രീതിയിൽ തന്നെയാണ് ഇറാന്റെ കാർഗ് ഐലൻഡിൽ ബോംബ് വർഷിച്ചത്. എന്നിട്ട് രാക്ഷസഭാവത്തിൽ അട്ടഹസിച്ച് ട്രംപ് പറഞ്ഞത് ഇതെനിക്കൊരു ഹരമാണെന്നാണ്. യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്ന് ഇറാന്റെ നെഞ്ചു തകർക്കുന്നത് കാണാൻ വല്ലാത്ത രസമുണ്ടെന്നാണ്. ലോകത്ത് ഒരു യുദ്ധത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി ചിന്തിക്കാനും അത് അതേ അളവിൽ പറയാനും ട്രംപിനും നെതന്യാഹുവിനും മാത്രമേ കഴിയൂ. യുദ്ധത്തിൽ മനുഷ്യവംശം കത്തിക്കരിയുന്നതും ചിന്നിച്ചിതറുന്നതും പൂരപ്പറമ്പിലെ വെടിക്കെട്ട് ആസ്വദിക്കുന്ന പോലെയാണ് ട്രംപിന്. ഇറാന്റെ മണ്ണിൽ നിന്ന് 25 കിലോമീറ്റർ ഉള്ളിലേക്ക് നിൽക്കുന്ന ഒരു കുഞ്ഞു ദ്വീപാണ് കാർഗ്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമാണ് കാർഗ് ദ്വീപ്. അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഇറാൻ കയറ്റുമതി ചെയ്യുന്ന 90-95% എണ്ണയും ഇവിടെ നിന്നാണ് പോകുന്നത്. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലായ്മ ചെയ്യുക എന്നത് മാത്രമാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യങ്ങൾ. കാർഗ് ദ്വീപിലെ 90-ലധികം സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മിസൈൽ സംഭരണശാലകൾ, നേവൽ മൈൻ ശേഖരങ്ങൾ, സൈനിക ബങ്കറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ആക്രമണത്തിൽ ഇറാന്റെ എണ്ണ കയറ്റുമതിയെ നേരിട്ട് ബാധിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ തൽക്കാലം ഒഴിവാക്കിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഇറാൻ തടസ്സപ്പെടുത്തിയാൽ എണ്ണ നിലയങ്ങളും ആക്രമിക്കപ്പെടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അമേരിക്ക പറയും പോലെ ഇനിയെങ്ങാനും ഇറാന്റെ എണ്ണപ്പാടങ്ങളെയോ റിഫൈനറികളെയോ അമേരിക്ക ആക്രമിച്ചാൽ ഗൾഫ് കൺട്രിയിലെ ഒരു എണ്ണപ്പാടവും അവശേഷിക്കാതെ കത്തിച്ചു കളയുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഈ യുദ്ധത്തിൽ നഷ്ടം അറബ് നാടുകൾക്കും ഇറാനും മാത്രമായിരിക്കും. ഗൾഫിന്റെ സമ്പദ് വ്യവസ്ഥ തകിടം മറിയുകയും ഇറാന്റെ നട്ടലൊടുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആശ്രിതരായി നിൽക്കേണ്ടിയും വരും.